നമസ്കാരം, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക് ആണ്. അപ്പോൾ പാലിന്റെ ഉൽപാദനം മുതൽ അതിന്റെ പ്രോസസ്സിങ്, മാർക്കറ്റിംഗ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. The journey of milk from the farm to the consumer's table is a race against time and temperature. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലെ? അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അതായത് ക്ഷീര കർഷകര് പശുവിന്റെ അകിടിൽ നിന്ന് പാല് കറന്നെടുക്കുന്നത് മുതൽ അത് കൺസ്യൂമറിന്റെ ടേബിള് വരെ എത്തുന്ന ആ ഒരു ലോങ് പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേസ് against time and temperature. സമയവും ടെമ്പറേച്ചറുമാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നമുക്കറിയാം, പാലെന്ന് പറയുന്നത് ഹൈലി പെരിഷബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് കൊമോഡിറ്റി ആണ്. കാരണം എന്തുകൊണ്ടാണ്? പശുവിന്റെ അകിടിൽ നിന്ന് പാലിനെ കറന്നെടുക്കുമ്പോൾ ഒരു നേരിയ ചൂടായിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ? അതായത് ആ ഒരു ആംബിയന്റ് ടെമ്പറേച്ചറിൽ എന്താണ്, മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മൈക്രോ ഓർഗാനിസംസ് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയും പാലിന് കണ്ടാമിനേഷൻ സംഭവിക്കുകയും ചെയ്യാം. അപ്പോ അതുകൊണ്ടാണ് അതിനെ പെരിഷബിൾ ആയിട്ടുള്ള ഫുഡ് കൊമോഡിറ്റി എന്നും, അധികം ലാസ്റ്റ് ചെയ്യാത്ത ഒരു കണ്ടാമിനേഷൻസ് അധികം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഫുഡ് കൊമോഡിറ്റി ആയിട്ട് പാലിനെ കാണുന്നത്. പക്ഷേ ഈ ഒരു പാലിനെ കറന്നെടുക്കുന്നത് മുതൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്, അതിന്റെ മറ്റ് ടെസ്റ്റുകൾ, സാമ്പിളിംഗ് ഒക്കെ ചെയ്യുന്നത്, അതിന്റെ പ്രോസസ്സിംഗ് ചെയ്യുന്നത്, പാക്കേജ് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഒക്കെ അനിവാര്യമാണ് ഒരു ഡയറി ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിന്. അപ്പൊ ഇതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ടൈമും ടെമ്പറേച്ചറുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന്. സോ നോക്കിക്കേ, ദ ക്വാളിറ്റി ഓഫ് പ്രോസസ്ഡ് മിൽക്ക് ആൻഡ് ദ ഷെൽഫ് ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. അപ്പം പാലിന്റെ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ കയ്യിൽ എത്തുന്ന പാലിന്റെ ക്വാളിറ്റിയെയും അല്ലെങ്കിൽ അതിന്റെ ഷെൽഫ് ലൈഫ്, എത്ര നാൾ അത് കേടുകൂടാതെ ഇരിക്കും എന്നതിനെയും ഡിറ്റർമൈൻ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് റോ മിൽക്ക് ക്വാളിറ്റി, കറന്നെടുക്കുന്ന പാലിന്റെ ക്വാളിറ്റി. എങ്ങനെയാണ് ഈ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്? ഒന്ന്, മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ അസിഡിറ്റി കൂടുതലല്ല, അല്ലെങ്കിൽ ഹീറ്റ് സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനത്തെ ബേസിക് പ്ലാറ്റ്ഫോം ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും, അതിന്റെ സ്മെല്ല്, കളർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെന്താണ്, എന്തെങ്കിലും സൊമാറ്റിക് സെൽസിന്റെ പ്രസൻസ്, എന്തെങ്കിലും പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പാല് അൺഫിറ്റ് ഫോർ പ്രോസസ്സിംഗ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ റോ മിൽക്ക്, ആദ്യം കളക്ട് ചെയ്തെടുക്കുന്ന പാലിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്രോസസ്സിംഗ് കണ്ടീഷൻസ്, നമ്മൾ പറയുന്ന പാസ്ചറൈസേഷൻ കറക്റ്റ് ആയിട്ട് നടന്നോ, ഹോമോജിനൈസേഷൻ കറക്റ്റ് ആയിട്ട് നടന്നോ, പാക്കേജിങ് കറക്റ്റ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. പിന്നെ എന്താണ്, സ്റ്റോറേജ് ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞു, മൈക്രോ ഓർഗാനിസംസിന് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻ ടെമ്പറേച്ചർ ആണ് നമ്മുടെ പാലിന് സ്വതസിദ്ധമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാല് കറന്നെടുത്ത ഉടനെ തന്നെ അതിനെ വളരെ ലോവർ ടെമ്പറേച്ചറിലേക്ക് മാറ്റേണ്ടത് അനിവാര്യമാണ്. അപ്പൊ ലോവർ ടെമ്പറേച്ചറിൽ മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന് വേണ്ടിയിട്ട് ഒരു ലോങ് ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ചില്ലറുകളും ബൾക്ക് മിൽക്ക് കൂളറുകളും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. പിന്നെന്താണ്, ഓക്സിജൻ, പ്രഷർ, ലൈറ്റ്, ഇതൊക്കെ ബാധകമാണ്. പിന്നെന്താണ്, പാക്കേജിംഗ് കോൺഫിഗറേഷൻ. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ പാലിന്റെ ക്വാളിറ്റിയും ഷെൽഫ് ലൈഫും ഇരിക്കുന്നത്. അപ്പൊ ഇതാ നോക്കിക്കേ, ക്ഷീര കർഷകര് കൂടുതലായിട്ടും ഉള്ളത് ഗ്രാമപ്രദേശങ്ങളിലാണ്. എന്നാൽ നമ്മളുടെ ഡയറി പ്ലാന്റുകൾ കൂടുതലായിട്ടുള്ളത് അർബൻ ഏരിയാസിലാണ്. അപ്പോ ക്ഷീര കർഷകരുടെ കയ്യിൽ നിന്ന് പാലിനെ കളക്ട് ചെയ്ത സ്പോട്ടിൽ തന്നെ എന്താണ്, അതിനൊരു ലോവർ ടെമ്പറേച്ചറിലേക്ക് മാക്സിമം എത്ര പെട്ടെന്ന് സാധിക്കുന്നു അത്ര പെട്ടെന്ന് ലോവർ ടെമ്പറേച്ചറിലേക്ക് മാറ്റി ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു ചിൽഡ് കണ്ടീഷനിൽ തന്നെ ആയിരിക്കണം ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും. എങ്ങനെയായാലും റിസപ്ഷൻ ഡെസ്കിലേക്ക് എത്ര വേഗം എത്തിക്കുന്നു അത്ര വേഗം എത്തിക്കുക. അങ്ങനെ റിസപ്ഷൻ ഡെസ്കിൽ എത്തിയ പാലിനെ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും? കളക്ഷൻ ഓഫ് മിൽക്ക് ആൻഡ് റിസപ്ഷൻ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ റിസപ്ഷൻ ഡെസ്കിൽ എത്തിയ പാലിനെ ആദ്യം നമ്മൾ എന്താണ്, അതിന്റെ വെയിറ്റ് നോക്കും അല്ലെ? ഒരു വെയിങ് ബോൾ ഉപയോഗിച്ച് അതിന്റെ വെയിറ്റ് നോക്കും, എത്രത്തോളം ഉണ്ട്. അപ്പൊ ക്വാണ്ടിറ്റി ഡിറ്റർമിനേഷൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അതിന്റെ ക്വാളിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നോക്കിക്കേ, ബിഫോർ എനി പ്രോസസിംഗ് ഒക്കേഴ്സ് റിഗറസ് ക്വാളിറ്റി അസസ്മെന്റ് നടക്കണം. അതായത് പ്രോസസ്സിങ്ങിന് പോകുന്നതിന് മുൻപ് റിസപ്ഷൻ ഡെസ്കിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ ആ ഒരു പാല് റോ മിൽക്ക് കിട്ടുമ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റി അസസ്മെന്റ് കൃത്യമായിട്ട് മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണം. കാരണം എന്തെങ്കിലും അഡൾട്ടറൻസോ മൈക്രോബിയൽ കണ്ടാമിനേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ, കാരണം പല ക്ഷീര കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പാലായിരിക്കും. പക്ഷെ ഇത് പ്രോസസ്സിങ്ങിലേക്ക്, ഒരു വലിയ ഡയറി പ്ലാന്റിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ഒന്നിച്ചാ പോകുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ക്ഷീര കർഷകൻ കൊണ്ടുവന്ന് 5-10 ലിറ്റർ പാലിനകത്ത് എന്തെങ്കിലും മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഉണ്ടെങ്കിൽ
അത് മറ്റു പാലുകളുമായിട്ട് മിക്സ്ഡ് അപ്പ് ആയാണ് ഒരു പ്രോസസ്സിംഗ് സെന്ററിലേക്ക് എത്തുന്നതെങ്കിൽ മുഴുവൻ പാലും കണ്ടാമിനേറ്റഡ് ആയി പോകും അല്ലെ, അല്ലെങ്കിൽ അവിടെ മുഴുവനായിട്ടും ലോസ് സംഭവിക്കാം. അതുകൊണ്ട് ഓരോ ഇടത്തുനിന്ന് കളക്ട് ചെയ്യുന്ന പാലിന്റെയും ക്വാളിറ്റി അസസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനു വേണ്ടി ആദ്യം ടെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ഓർഗാനോലെപ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ്. ഓർഗാനോലെപ്റ്റിക് പ്രോപ്പർട്ടീസ്, ഓർഗൻ ഉപയോഗിച്ച് എന്താണ്, സെൻസറി ഓർഗൻസ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നു എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ഓർഡേഴ്സോ കളറോ അല്ലെങ്കിൽ വിഷ്വലി എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സെൻസറി ഓർഗൻസ് വെച്ച് നമ്മുടെ തൊട്ട് നോക്കാം, സ്മെല്ല് ചെയ്ത് നോക്കാം, കാഴ്ചയിൽ എങ്ങനെയാണെന്ന് നോക്കാം അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ, ഫ്ലേവറിന് വ്യത്യാസമുണ്ടോ, അതൊക്കെ നോക്കുന്നതാണ് എന്ത് പറയുന്നത്, ഓർഗാനോലെപ്റ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കുന്നു. പിന്നെന്താണ്, ഫിസിയോ കെമിക്കൽ ടെസ്റ്റിംഗ്. ഫിസിയോ കെമിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കുന്നു, ഫാറ്റ് പെർസെന്റ്, സോളിഡ് നോൺ ഫാറ്റ് പെർസെന്റ്, അതിന്റെ റേഷ്യോ, അതുപോലെ ടൈട്രബിൾ അസിഡിറ്റി നോക്കുന്നു. ടൈട്രബിൾ അസിഡിറ്റി എന്ന് പറയുമ്പോൾ എത്ര ശതമാനത്തോളം ലാക്ടിക് ആസിഡ് ഉണ്ട് എന്ന്. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ പാലിന്റെ കേസിൽ ഒരു 1.028 to 1.032 ആയിരിക്കണം അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ജനറലി ഉള്ളത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. 1.028 to 1.032 തന്നെ, ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണോ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് കൺഫേം ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് നോക്കേണ്ട കാര്യമാണ് ബയോളജിക്കൽ ക്വാളിറ്റി, മൈക്രോബയോളജിക്കൽ ക്വാളിറ്റി. അതിന് വേണ്ടിയിട്ടാണ് എന്താണ്, MBRT ടെസ്റ്റ് ആണ് ജനറലി ചെയ്യുന്നത്. MBRT എന്ന് പറയുമ്പോൾ മെത്തിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് ആണ്. ഒരു ക്ലാസിക് ഇൻഡിക്കേറ്റർ ആണ് ബാക്ടീരിയൽ ആക്ടിവിറ്റിയുടെ. അതിന്റെ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ അവിടെ സംഭവിക്കുന്ന ഡിസ്കളറേഷൻ എത്ര സ്പീഡിലാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പാല് എത്രത്തോളം മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, എത്രത്തോളം സേഫ്റ്റി ഡ്രിങ്ക് ആണെന്ന് കൺഫേം ചെയ്യുന്നത്. അതുപോലെ റെസാസുറിൻ ടെസ്റ്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ നമ്മൾ ഇതൊക്കെയാണ് മെയിൻലി എന്താണ്, ആ ഒരു റിസപ്ഷനിലേക്ക് പാലെത്തുമ്പോൾ ആദ്യം ചെയ്യപ്പെടുന്ന ടെസ്റ്റുകൾ, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗാനോലെപ്റ്റിക് ഇവാലുവേഷൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സെൻസറി ഓർഗൻസ് വെച്ചിട്ട്, അതായത് നമ്മൾ സ്മെല്ല് ചെയ്ത് ടേസ്റ്റ് ചെയ്തൊക്കെ മനസ്സിലാക്കുന്ന പാല് കൊള്ളാമോ ഇല്ലയോ എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ നമുക്ക് തോന്നുമല്ലോ. അപ്പൊ അതിനെയാണ് ഓർഗാനോലെപ്റ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിനകത്ത് ആദ്യം വരുന്നത് സ്മെല്ല്. As soon as a milk can or container lid is open, the operator smells the headspace. അപ്പൊ എന്താണ്, ഒരു ക്യാനിനകത്ത് പാല് വന്നു, അത് തുറക്കുമ്പോ തന്നെ മണത്ത് നോക്കും അല്ലെ. അപ്പൊ പാലിന്റെ മണമാണോ അല്ലെങ്കിൽ ഒരു പിരിഞ്ഞ് തൈരിന്റെ പോലത്തെ മണമാണോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഫ്രഷ് മിൽക്ക് ആണെങ്കിൽ ഒരു മൈൽഡ് പ്ലസന്റ് അരോമ ആയിരിക്കും ഉള്ളത്. എന്തെങ്കിലും ഓഫ് ഓർഡേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ സ്മെൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോർ, ഫ്രൂട്ടി, ബേർണി അല്ലെങ്കിൽ കെമിക്കൽ സ്മെൽ ഉണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്, എന്തെങ്കിലും ബാക്ടീരിയൽ കണ്ടാമിനേഷനോ അല്ലെങ്കിൽ എന്താണ് അബ്സോർബ്ഡ് ഫ്ലേവേഴ്സ്, കൗ ഫീഡിന്റെ ഒക്കെ എന്തെങ്കിലും ഫ്ലേവേഴ്സ് ഒക്കെ ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പൊ അങ്ങനെ ഓഫ് ഫ്ലേവർ ഉള്ള പാല് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അപ്പിയറൻസ് ആൻഡ് കളർ നോക്കും. അതായത് മിൽക്ക് ഷുഡ് ബി യൂണിഫോംലി ക്രീമി വൈറ്റ് ആയിരിക്കണം. കൗ മിൽക്കിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു യൂണിഫോംലി ക്രീമി വൈറ്റ് ആയിരിക്കണം. ബഫല്ലോ മിൽക്ക് ആണെങ്കിൽ ബ്രൈറ്റ് വൈറ്റ് ആയിരിക്കണം. അതാണ് അപ്പിയറൻസിന്റെ കേസിൽ നോക്കുന്നത്. ഇനി അതിനകത്ത് ഒരു ബ്ലൂവിഷ് ടിഞ്ച് ഉണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം, വാട്ടർ ഹാസ് ബീൻ ആഡഡ് ഓർ ക്രീം ഈസ് റിമൂവ്ഡ് എന്നാണ് അതിനർത്ഥം. ഒരു ബ്ലൂയിഷ് ടിഞ്ചാണ് കാണപ്പെടുന്നെങ്കിൽ അതിനകത്ത് എന്താണ്, വാട്ടർ അഡൾട്ടറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് അർത്ഥം. ഇനി ഒരു പിങ്കിഷ് ടിന്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ബ്ലഡ് ഉണ്ട്, അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസ് അല്ലെങ്കിൽ മാസ്റ്റൈറ്റിസ് രോഗത്തിന്റെ ലക്ഷണമുള്ള പശുവിൽ നിന്ന് കളക്ട് ചെയ്ത പാലാണെന്നാണ് ആ ഒരു പിങ്കിഷ് ടിന്റ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാല് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി കൺസിസ്റ്റൻസി നോക്കും. അതായത് പാല് നകത്ത് വേറെ ക്ലോട്ടുകളോ ലംബുകളോ സ്ട്രിങ്ങുകളോ ഒന്നും ഇല്ല. പാല് എന്താണ്, നല്ല ശുദ്ധമായ പാല് ഒഴുകുന്നു. അതിനകത്ത് വേറെ രീതിയിലുള്ള ലംബുകളോ ക്ലോട്ട് അല്ലെങ്കിൽ ഫ്ലേക്സ് അങ്ങനത്തെ സംഭവങ്ങൾ, കൊയാഗുലേഷൻ, കേർഡ്ലിംഗ് ഇങ്ങനെയൊന്നും ഇല്ലാന്ന് നമുക്ക് അതിന്റെ കൺസിസ്റ്റൻസി കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഓർഗാനോലെപ്റ്റിക് പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. അതിനുശേഷമാണ് എന്തിന് വിധേയമാക്കുന്നത്, പ്ലാറ്റ്ഫോം ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നത്. അതായത് ആ പാലിനെ പ്രോസസ്സിങ്ങിന് വിടുന്നതിന് മുമ്പ് ഈ ടെസ്റ്റുകളൊക്കെ ക്വാളിഫൈഡ് ആയാൽ മാത്രമേ ആ പാല് നമ്മളുടെ പാസ്ചറൈസേഷൻ മുതലായിട്ടുള്ള പ്രോസസ്സിങ്ങിലേക്ക് വിടത്തുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഡയറി പ്ലാന്റിലേക്ക് എത്തി ഒരുപാട് ടൺസ് ഓഫ് മിൽക്കാണ് അവിടെ പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ചെല്ലുന്ന പാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ എൻറ്റയർ മിൽക്കിന് ദോഷം സംഭവിക്കാനും കണ്ടാമിനേഷൻ സംഭവിക്കാനും ഗ്രേറ്റ് ലോസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ ആദ്യമേ തന്നെ പ്ലാറ്റ്ഫോം ടെസ്റ്റുകൾ നടത്തണം.
അതിനകത്ത് പ്രധാനപ്പെട്ട നോക്കിയേ, ദേ ആർ പെർഫോംഡ് ക്വിക്ലി അറ്റ് ദ മിൽക്ക് റിസപ്ഷൻ ഡോക്ക്. അപ്പം മിൽക്ക് റിസപ്ഷൻ ഡോക്കിൽ വെച്ച് തന്നെയാണ് എന്ത് നടത്തുന്നത്, ഈ പ്ലാറ്റ്ഫോം ടെസ്റ്റുകൾ നടത്തുന്നത്. ടു ഡിറ്റർമൈൻ ഇഫ് ദ മിൽക്ക് ഈസ് ഫ്രഷ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ പ്രോസസിങ്. അതായത് പാസ്ചറൈസേഷൻ, സ്റ്റെറിലൈസേഷൻ മുതലായിട്ടുള്ള പ്രോസസ്സുകൾക്ക് ഈ പാല് സ്യൂട്ടബിൾ ആണോ, അതല്ലെങ്കിൽ ഫ്രഷ് ആണോ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്നതാണ് ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ് അഥവാ COB. പിന്നെന്താണ് ആൽക്കഹോൾ ടെസ്റ്റ്, ആൽക്കഹോൾ അലിസറിൻ ടെസ്റ്റ്, അസിഡിറ്റി ടെസ്റ്റ്, റസാസുറിൻ ടെസ്റ്റ്, ലാക്ടോമീറ്റർ ടെസ്റ്റ്, ഫ്രീസിംഗ് പോയിന്റ് ഡിറ്റർമിനേഷൻ. പിന്നെന്താണ് മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ആണ് റസാസുറിൻ ടെസ്റ്റ്, അതുപോലെ MBRT. അപ്പൊ ഇതൊക്കെ എന്താണ് പ്രധാനമായിട്ടും നമ്മൾ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ ചെയ്യുന്ന ടെസ്റ്റുകളാണ്. സോ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അതായത് 5 ml പാലെടുക്കുക ഒരു ടെസ്റ്റ് ട്യൂബിൽ, അതിനകത്തേക്ക് എന്താണ്, എന്നിട്ട് അതിനെ ഒരു ഫ്ലെയിമിൽ കാണിക്കുക. അതായത് എന്തെങ്കിലും ബൺസൺ ഫ്ലെയിമിലോ ജസ്റ്റ് നമ്മൾ ഫ്ലെയിമിൽ കാണിച്ചൊന്ന് ഹീറ്റ് ആക്കുക. ഹീറ്റ് ആക്കുമ്പോൾ എന്താണ്, ആ പാലിൽ എന്തെങ്കിലും ക്ലോട്ടോ കേർഡ്ലിങ്സോ ഒക്കെ ഉണ്ടാകുവാണെങ്കിൽ എന്താണ്, ക്ലോട്ടോൺ ബോയിലിംഗ്, അതായത് ബോയിൽ ചെയ്തപ്പോൾ ക്ലോട്ട് ഫോം ചെയ്തു എന്നാണ് അർത്ഥം. അപ്പൊ ക്ലോട്ടോൺ ബോയിലിംഗ് സംഭവിക്കുകയാണെങ്കിൽ, അതായത് ചെറിയൊരു ബൺസൺ ഫ്രെയിമിന്റെ തീയിൽ തന്നെ അതിനകത്ത് ക്ലോട്ട് ഫോം ചെയ്തെങ്കിൽ നമുക്ക് ഇതിന് ഈ 72 ഡിഗ്രി സെൽഷ്യസും 135 ഡിഗ്രി സെൽഷ്യസും ഒക്കെ കൊണ്ടുപോയി പ്രോസസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ തന്നെ ആ പാല് ഫെയിലായി. കാരണം എന്താണ്, ഒന്നെങ്കിൽ അതിനകത്ത് അസിഡിറ്റി കൂടുതലായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഹീറ്റ് സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഹീറ്റ് സ്റ്റെബിലിറ്റി ഓഫ് മിൽക്ക് ഇല്ലാത്തതിനാലാണ് എന്താണ് COB പോസിറ്റീവ് ആയത്. അപ്പം എന്താണ് ലാക്ടിക് ആസിഡിന്റെ പ്രസൻസ് കൂടുതൽ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പൊ ഇങ്ങനെ ആ ഒരു ക്ലോട്ട് ഫോം ചെയ്ത പാലിനെ എന്താണ് ഹീറ്റിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലെന്നാണ്. അപ്പൊ ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഓർക്കുക, ഒരു 5 ml പാലെടുക്കുക, ജസ്റ്റ് ഒരു ഫ്ലെയിമിൽ കാണിച്ച് ചൂടാക്കുക. ക്ലോട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് ഹീറ്റ് സ്റ്റെബിലിറ്റി ഇല്ല, ആ പാൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം പാസ്ചറൈസേഷൻ ഒന്നും വിധേയമാകാനുള്ള അത്ര ഹീറ്റ് സ്റ്റെബിലിറ്റി ഈ പാലിനില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിനെ പ്രോസസ്സിങ്ങിന് വിടാതെ അവിടെ വെച്ച് തന്നെ റിജക്ട് ചെയ്യുക. അതാണ് ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ്. ഇനി അടുത്തത് നോക്കിയേ, ആൽക്കഹോൾ ടെസ്റ്റ്. ആൽക്കഹോൾ ടെസ്റ്റ് എന്ന് പറയുന്നതും തെർമൽ സ്റ്റെബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈ ഹീറ്റ് പ്രോസസ് പോലുള്ള അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ ഒക്കെ പോകുന്നതിന് മുന്നേ ആൽക്കഹോൾ ടെസ്റ്റ് ചെയ്യണം. ഇതിനകത്ത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈക്വൽ വോളിയം ഓഫ് മിൽക്ക് എടുക്കുക, അതുപോലെ ഒരു 68 അല്ലെങ്കിൽ 75% ഈതൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ എടുക്കുക. അപ്പൊ മിൽക്കും ഈതൈൽ ആൽക്കഹോൾ, മിൽക്ക് പ്ലസ് 68% ഈതൈൽ ആൽക്കഹോൾ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴും നേരത്തെ പോലെ എന്തെങ്കിലും ഫ്ലേക്സോ ക്ലോട്ടോ ഒക്കെ അപ്പിയർ ചെയ്യുവാണെങ്കിൽ ആൽക്കഹോൾ ടെസ്റ്റ് പോസിറ്റീവ് ആണ്. അങ്ങനെ ക്ലോട്ട് ഫോം ചെയ്യുന്ന പാലിനെ നമുക്ക് എടുക്കാമോ? എടുക്കാൻ പാടില്ല. സോ അതിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുന്നു. സോ പോസിറ്റീവ് റിസൾട്ട്സ് ഇൻഡിക്കേറ്റ് ഹൈ അസിഡിറ്റി, അല്ലെങ്കിൽ സോൾട്ട് ഇംബാലൻസ്, അല്ലെങ്കിൽ എന്താണ് മിൽക്ക് ഫ്രം കൗ വിത്ത് മാസ്റ്റൈറ്റിസ് എന്നൊക്കെയാണ് അതിനർത്ഥം. അപ്പോ ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റിനേക്കാളും കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ആൽക്കഹോൾ ടെസ്റ്റ്. ഉപയോഗിക്കുന്നത് 68 അല്ലെങ്കിൽ 75% ഓഫ് ഈതൈൽ ആൽക്കഹോൾ, അതും ഈക്വൽ എമൗണ്ട് ഓഫ് മിൽക്കുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ ഫ്ലേക്സ് അല്ലെങ്കിൽ ക്ലോട്ട് ഉണ്ടെങ്കിൽ ആ പാലിനെ റിജക്ട് ചെയ്യുക. അതാണ് ഈ ഒരു ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും പ്ലാറ്റ്ഫോം ടെസ്റ്റുകളാണ്. ഇനി അടുത്തത് ആൽക്കഹോൾ അലിസറിൻ ടെസ്റ്റ്. ഈ ആൽക്കഹോൾ അലിസറിൻ ടെസ്റ്റ് എന്ന് പറയുന്നതും ഒരു പ്ലാറ്റ്ഫോം ടെസ്റ്റ് ആണ്. ഇതിനെ നമ്മൾ 2 in 1 ടെസ്റ്റ് എന്ന് പറയും. കാരണം എന്താണ്, ആൽക്കഹോൾ ടെസ്റ്റും ഉണ്ട്, ഒരു pH ഇൻഡിക്കേഷനും ഉണ്ട്. സോ ടു ചെക്ക് ബോത്ത് ഹീറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് pH, അതായത് പാലിന്റെ pH നമുക്ക് ഡിറ്റർമൈൻ, അതിനകത്ത് എത്രത്തോളം അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലൈനിറ്റി ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹീറ്റ് സ്റ്റെബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ഉപയോഗിക്കുന്ന അലിസറിൻ എന്ന് പറയുന്ന ഒരു ഡൈ ആണ്. ഓക്കെ, അലിസറിൻ ഈസ് എ ഡൈ ദാറ്റ് ചേഞ്ചസ് ദ കളർ ബേസ്ഡ് ഓൺ pH. അപ്പൊ അലിസറിൻ ഡൈ pH-നനുസരിച്ച് കളർ ചേഞ്ച് തരും. അപ്പൊ ഒരു റെഡിഷ് ബ്രൗൺ കളർ ആണെങ്കിൽ ഫ്രഷ് ഗുഡ് ക്വാളിറ്റി മിൽക്ക് ആണ്. യെല്ലോ കളർ ആണെങ്കിൽ ഹൈലി അസിഡിക് ആണ്, ബാഡ് ക്വാളിറ്റി ആണ്, അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഇനി എന്താണ്, വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളർ ആണ് തരുന്നതെങ്കിൽ ആൽക്കലൈൻ മിൽക്ക് ആണ്. അപ്പം അത് ആൽക്കലൈൻ മിൽക്ക് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, ആ പശുവിന്, അതായത് നമ്മൾ പാല് കളക്ട് ചെയ്ത പശുവിന് മാസ്റ്റൈറ്റിസ് പോലത്തെ എന്തോ രോഗമുണ്ട്, അല്ലെങ്കിൽ ആ പാലിനകത്തേക്ക് എന്തെങ്കിലും സോഡ പോലത്തെ ന്യൂട്രലൈസേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളർ ഫോർമേഷൻ ഉണ്ടാവുന്നത്. അപ്പം അതുവഴി ആ പാലിന്റെ pH നമുക്ക് pH ഡിറ്റർമൈൻ ചെയ്യുന്നത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ, ഉപയോഗിക്കാൻ കൊള്ളാവോ കൊള്ളൂല എന്ന് ഡിറ്റർമൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ആൽക്കഹോൾ കൂടെ ഇൻവോൾവ് ആയതുകൊണ്ട് ക്ലോട്ട് ഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് ഹീറ്റ് സ്റ്റേബിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ആൽക്കഹോൾ അലിസറിൻ ടെസ്റ്റ്.
അടുത്തത് അസിഡിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ടൈട്രബിൾ അസിഡിറ്റി. അപ്പൊ പാലിന് സ്വതസിദ്ധമായിട്ട് ചെറിയ അസിഡിറ്റി ഉണ്ട്. അതായത് ഏകദേശം ഒരു 0.13 to 0.16 ഒക്കെ ആയിരിക്കും നോർമൽ റേഞ്ച് ഓഫ് ഫ്രഷ് കൗ മിൽക്കിന്റെ അസിഡിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് ടോട്ടൽ അസിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മള് ഇപ്പം നമുക്കറിയാം പാലിനകത്തെ പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ലാക്ടോസ് ആണ്. ഈ ലാക്ടോസിന് എന്തെങ്കിലും മൈക്രോ ഓർഗാനിസം ആ പാലിനകത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാക്ടോസ് ഡീഗ്രേഡിംഗ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഈ ലാക്ടോസ് ഫെർമെന്റേഷന് വിധേയമായിട്ട് എന്തായിട്ട് മാറും? ലാക്ടിക് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ ഈ ലാക്ടിക് ആസിഡും ഉണ്ട്, അതുപോലെ ഫ്രഷ് മിൽക്കിനകത്തുള്ള നോർമൽ അസിഡിറ്റി ഉണ്ട്. അപ്പൊ ഈ രണ്ട് അസിഡിറ്റിയും കൂടെ ചേർന്നതാണ് ടോട്ടൽ അസിഡിറ്റി ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ അസിഡിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈട്രബിൾ അസിഡിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ അസിഡിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ക്ലോട്ടൺ ബോയിലിംഗ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ക്ലോട്ടൺ ബോയിലിംഗ് ടെസ്റ്റ് വഴി ഒരു യെസ് ഓർ നോ ആയിട്ട് ഹീറ്റ് സ്റ്റേബിൾ ആണോ, അസിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു എന്താണ് യെസ് ഓർ നോ, റിജക്ട് ചെയ്യണോ സ്വീകരിക്കണോ എന്ന് മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ടൈട്രബിൾ അസിഡിറ്റി വെച്ചിട്ട് നമുക്ക് എക്സാക്ട് എത്ര പെർസെൻറ്റേജ് ഓഫ് അസിഡിറ്റി കൂടുതലാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടു മെഷർ ദ ടോട്ടൽ അസിഡിറ്റി, അതായത് നാച്ചുറൽ അസിഡിറ്റി പ്ലസ് ഡെവലപ്ഡ് ലാക്ടിക് ആസിഡ്. എങ്ങനെയാണ് ലാക്ടിക് ആസിഡ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്? ലാക്ടോസ് ഫെർമെന്റേഷന് വിധേയമായിട്ട് ലാക്ടിക് ആസിഡ് ഉണ്ടാവുന്നു. അപ്പൊ ഇതും നാച്ചുറൽ അസിഡിറ്റിയും കൂടെ കൂടിയിട്ട് ഒരു 0.20 മേലെ ആവുകയാണെങ്കിൽ അസിഡിറ്റി കൂടുതലുള്ള പാലാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അസിഡിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്? ഒരു 10 ml മിൽക്ക് എടുക്കുക. ഓക്കെ, 10 ml മിൽക്ക് എടുക്കുക. അതിനെ ടൈട്രേറ്റ് ചെയ്യുക. എന്തുകൊണ്ട്? 0.1 നോർമൽ NaOH, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് 0.1 നോർമൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഡ്രോപ്പ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യുക പാലിലേക്ക്. അതിനകത്ത് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ആണ്. അപ്പോ ഏതോ ഒരു തുള്ളി ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കളർ മാറുന്നു. അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം NaOH ആഡ് ചെയ്തപ്പോഴാണോ കളർ മാറിയത്, അതാണ് അതിന്റെ പെർസെൻറ്റേജ് ഓഫ് ലാക്ടിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പെർസെൻറ്റേജ് ഓഫ് ലാക്ടിക് ആസിഡ് ഈക്വൽ ടു ml ഓഫ് 0.1 നോർമൽ NaOH ഇൻറ്റു 0.009 ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സാമ്പിൾ ഇൻറ്റു 100. ഇതാണ് അതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇവിടെ pH ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഫിനോഫ്തലിൻ ആണ്. നമ്മൾ പാലിനകത്തേക്ക് ഒരു 10 ml പാലിലേക്ക് എന്താണ് ആഡ് ചെയ്യുന്നത്? 0.1 നോർമൽ NaOH ആണ് ധാരധാരയായിട്ട് ആഡ് ചെയ്യുന്നത്. അതിന് കളർ ചേഞ്ച് സംഭവിക്കുന്നതിനനുസരിച്ച് എന്താണ് എത്രത്തോളം NaOH ആവശ്യമായിട്ട് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ പെർസെൻറ്റേജ് ഓഫ് ലാക്ടിക് ആസിഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് ഒരു 0.2% മേലെയാണെങ്കിൽ നമുക്ക് ആ പാലിനെ റിജക്ട് ചെയ്യണം. എന്താണ് കാരണം? അതിന് അസിഡിറ്റി കൂടുതലാണ്. കാരണം ധാരാളമായി ഫെർമെന്റേഷൻ നടക്കുന്നു, കേർഡ്ലിംഗ് നടക്കുന്നു. അപ്പൊ ആ പാല് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ല എന്നാണ് അർത്ഥം. മനസ്സിലായോ? അടുത്തത് ലാക്ടോമീറ്റർ ടെസ്റ്റ്. ലാക്ടോമീറ്റർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വെള്ളം ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ പാലിലേക്ക് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ലാക്ടോമീറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് ലാക്ടോമീറ്റർ ആണ്. നമ്മുടെ തെർമോമീറ്റർ ഒക്കെ പോലെ വെള്ളത്തിന് പുറമെ പൊങ്ങി കിടക്കുന്ന ഒരു സംഭവം, അതാണ് ലാക്ടോമീറ്റർ. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു ഇതാണ്. അപ്പൊ എന്താണ്? സാധാരണ കൗ മിൽക്കിന്റെ ഒരു ലാക്ടോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു 28 to 30 ആയിരിക്കും. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.028 to 1.032 ആ ഒരു റേഞ്ചിലായിരിക്കും. ഇതിനെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? പാലിലേക്ക് വെള്ളം അഡൾട്രേഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദ മിൽക്ക് ബിക്കം ലെസ് ഡെൻസ്. പാല് കുറച്ച് ഡെൻസിറ്റി കുറയുന്നതായിട്ട് കാണപ്പെടാൻ സാധിക്കും. അതുപോലെ ലാക്ടോമീറ്റർ താഴേക്ക് സിങ്കായി പോവുകയും ചെയ്യും, ലോവർ റീഡിംഗ് കാണിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ലാക്ടോമീറ്റർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ സ്പെസിഫിക് ആക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്. ഒരു സിമ്പിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അടുത്തത് ഫ്രീസിംഗ് പോയിന്റ് ഡിറ്റർമിനേഷൻ. അതും നമ്മളുടെ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പവും ഏറ്റവും റിലയബിളുമായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഫ്രീസിംഗ് പോയിന്റ് ഡിറ്റർമിനേഷൻ. അപ്പൊ സാധാരണ പാലിന്റെ ഫ്രീസിംഗ് പോയിന്റ്, പ്യുവർ മിൽക്കിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി -0.55 ആണ്. -0.55 ഡിഗ്രി സെൽഷ്യസ് ആണ്.
അപ്പൊ അക്യുറേറ്റ് സയന്റിഫിക് മെത്തേഡ് ടു ഡിറ്റക്ട് ആഡഡ് വാട്ടർ എന്ന് പറയുമ്പോൾ ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രീസിംഗ് പോയിന്റ് ആണ്. ലാക്ടോമീറ്റർ റീഡിങ്ങിനെക്കാളും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്രീസിംഗ് പോയിന്റ്. സോ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മെത്തേഡ് ആണെന്ന് പറയാം. അപ്പൊ എന്താണ്, പാലിന് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫ്രീസിംഗ് പോയിന്റ് ഉണ്ട്, അതാണ് -0.55 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ ഡിസോൾവ്ഡ് ലാക്ടോസ് ആൻഡ് സോൾട്ട്. അപ്പൊ സാധാരണ വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിൽ ലാക്ടോസും സോൾട്ടും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് പാലിന്റെ കേസിൽ ഫ്രീസിംഗ് പോയിന്റ് -0.55 ഡിഗ്രി സെൽഷ്യസ് ആയത്. അപ്പോ ഈ ഒരു ഫ്രീസിംഗ് പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ക്രയോസ്കോപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഇൻസ്ട്രുമെന്റിന്റെ പേര്? ക്രയോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ -0.55 ഡിഗ്രി സെൽഷ്യസ് അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്താണ്, ആ പാലിന് ഫ്രീസിങ് സംഭവിച്ചിരിക്കും. അതായത് നോക്കിക്കേ, 1 ഡിഗ്രി സെൽഷ്യസ്, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും അറിയില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. -0.55 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോ നമ്മളുടെ വെള്ളമാണെങ്കിൽ ഈ 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ആവും അല്ലെ. എന്നാൽ പാലാണെങ്കിൽ, പ്യുവർ മിൽക്ക് ആണെങ്കിൽ -0.55 ഫ്രീസ് ആവുള്ളൂ. പക്ഷേ ഈ പാലിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ -0.55 വരെ അറ്റൈൻ ചെയ്യണോ? അതിന് മുന്നേ തന്നെ, അതായത് 0നും -0.55നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഇത് ഫ്രീസ് ആവും, വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെ മിനിമം ഒരു 1% എങ്കിലും വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം -0.55 ഡിഗ്രി സെൽഷ്യസ് അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫ്രീസിങ് സംഭവിക്കുകയാണെങ്കിൽ അതിനർത്ഥം പാലിൽ വെള്ളം ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓർത്തിരിക്കുക, ക്രയോസ്കോപ്പ് എന്നാണ്. ഇനി അടുത്തതാണ് മെത്തിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് അഥവാ MBRT ടെസ്റ്റ്. MBRT ടെസ്റ്റ് എന്ന് പറയുന്നത് മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാലിലുള്ള മൈക്രോബിയൽ ലോഡ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. അപ്പൊ MBRT ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വളരെ കോമൺ ആൻഡ് വൈറ്റൽ ടെസ്റ്റ് ആണ്. ഡയറി ഇൻഡസ്ട്രി ലൈക്ക് മിൽമ എന്തിനാണ്, ബയോളജിക്കൽ ക്വാളിറ്റി, മൈക്രോബയോളജിക്കൽ ക്വാളിറ്റി ഓഫ് മിൽക്കിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളുടെ ബാക്ടീരിയ, ഇങ്ങനെ ഇതൊന്നും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. നമുക്കറിയാം പാലിനകത്ത് സ്വാഭാവികമായിട്ടും ബാക്ടീരിയൽ കണ്ടാമിനേഷൻസ് വരാം. അപ്പൊ എത്രത്തോളം ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടോ അത്രത്തോളം അത് കണ്ടാമിനേറ്റഡ് ആണ്, നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ലെന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ പാലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് മെത്തിലിൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു റിഡോക്സ് ഇൻഡിക്കേറ്റർ ആണ്. അതായത് ഓക്സിഡേഷൻ റിഡക്ഷൻ ഇൻഡിക്കേറ്റർ ആണ് മെത്തിലിൻ ബ്ലൂ എന്ന് പറയുന്ന ബ്ലൂ കളറിലെ ഡൈ. അപ്പോ ഇത് എന്താണ്, ഓക്സിഡൈസ്ഡ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ബ്ലൂ കളറിൽ ഇരിക്കുകയും എന്താണ്, റെഡ്യൂസ്ഡ് ആകുന്ന കണ്ടീഷൻ, അത് ഓക്സിജൻ ഡിപ്ലീഷൻ സംഭവിക്കുന്ന സമയത്ത് കളർലെസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അതാണ് മെത്തിലിൻ ബ്ലൂ എന്ന് പറയുന്ന റിഡോക്സ് ഇൻഡിക്കേറ്റർ ഡൈയുടെ ഒരു പ്രോപ്പർട്ടി. അപ്പൊ നമുക്കറിയാം പാലിനകത്ത് സ്വാഭാവികമായിട്ടും എന്തുണ്ട്, ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടാവും. പാലിനകത്ത് എന്തുണ്ട്, ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടാവും. അപ്പൊ നമ്മളുടെ പാലിൽ ബാക്ടീരിയ ഉണ്ടെന്നിരിക്കട്ടെ, ബാക്ടീരിയക്ക് ഗ്രോ ചെയ്യണം, ബാക്ടീരിയക്ക് മെറ്റബോളിസം ക്യാരി ഔട്ട് ചെയ്യണം, അവരുടെ ബോഡി മെറ്റബോളിസം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഈ ഡിസോൾഡ് ഓക്സിജന് അവരുടെ മെറ്റബോളിക് പാത്വേയുടെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഡിസോൾഡ് ഓക്സിജന് യൂസ് ചെയ്തിട്ടായിരിക്കും അവർ സർവൈവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഡിസോൾഡ് ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഈ മെത്തിലിൻ ബ്ലൂവിന്റെ ബ്ലൂ കളറ് പെട്ടെന്ന് ഡിസപ്പിയർ ആയിട്ട് കളർലെസ് ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പം ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യത്തിൽ റിഡക്ഷൻ സംഭവിക്കുകയല്ലേ, അപ്പൊ അത് കളർലെസ് ആയിട്ട് മാറും. അതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇഫ് മിൽക്ക് ഹാസ് ഹൈ ബാക്ടീരിയൽ കൗണ്ട്, പാലിനകത്ത് വളരെയധികം ബാക്ടീരിയൽ കൗണ്ട് ഉണ്ട് എങ്കിൽ എന്താണ്, അതിനകത്ത് ഓക്സിജൻ ഈ ബാക്ടീരിയ പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നാണ് അർത്ഥം. അങ്ങനെ ബാക്ടീരിയ പെട്ടെന്ന് ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയ റിഡക്റ്റേസ് എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യുകയും മെത്തിലിൻ ബ്ലൂ ഡൈന്റെ കളറ് എന്താണ്, പെട്ടെന്ന് കളർലെസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ എത്ര പെട്ടെന്ന് കളർലെസ് ആവുന്നോ അത്രയധികം ആ പാല് കണ്ടാമിനേറ്റഡ് ആണെന്നാണ് അർത്ഥം. Therefore, the shorter time taken for the milk to turn white, the poorer the quality of milk. ഇത് ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കണേ. അതായത് എത്ര പെട്ടെന്നാണോ പാല് എന്താണ് ബ്ലൂ കളറിൽ നിന്ന് വൈറ്റ് കളറിലേക്ക് അല്ലെങ്കിൽ കളർലെസ് ആയിട്ട് മാറുന്നത് അത്രത്തോളം പുവർ ക്വാളിറ്റി മിൽക്കാണ് ഉള്ളത് എന്നാണ് അർത്ഥം. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഒന്ന് നോക്കാം.
പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 10 ml മിൽക്ക് എടുക്കുക, ഒരു സ്റ്റെറൈൽ ടെസ്റ്റ് ട്യൂബിൽ. അതിനകത്തേക്ക് നമ്മൾ എന്താണ് 1 ml സ്റ്റാൻഡേർഡ് മെത്തിലിൻ ബ്ലൂ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ മെത്തിലിൻ ബ്ലൂ സൊല്യൂഷൻ എന്ത് കളറിലായിരിക്കുന്നത്? ബ്ലൂ കളറിലായിരിക്കുന്നത്. അപ്പൊ എന്താണ്? എന്നിട്ട് ട്യൂബ് നല്ലോണം സ്റ്റോപ്പർ ഇട്ടിട്ട് നല്ലോണം ഇൻവേർട്ട് ചെയ്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തു. അപ്പൊ ഡൈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. അപ്പൊ എന്താണ്? മിൽക്കിനൊരു റോബിൻ എഗ് ബ്ലൂ കളറിലേക്ക് ആ പാലിന്റെ സൊല്യൂഷൻ മാറുന്നു. റോബിൻ എഗ് ബ്ലൂ കളറിലേക്ക് മാറുന്നു. എന്നിട്ട് അതിനൊരു 37 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ബാത്തിൽ കുറച്ച് നേരം വെക്കുകയാണ്. അങ്ങനെ വെക്കുമ്പോൾ ആ ട്യൂബിനകത്ത് ആ ഒരു ടൈം ഇന്റർവെൽസിനനുസരിച്ച് എന്താണ്? ആ ബ്ലൂ കളർ പതിയെ പതിയെ ഡിസപ്പിയർ ചെയ്ത് കളർലെസ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ വൈറ്റ് കളറായിട്ട് മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ടേബിൾ എന്ന് പറയുന്നത്. വെറും ഒരു 20 മിനിറ്റിൽ കുറവ് സമയം കൊണ്ട് തന്നെ ഈ മെത്തിലിൻ ബ്ലൂ ഡൈക്ക് റിഡക്ഷൻ സംഭവിച്ച് കളർലെസ് ആയിട്ട് മാറിയെങ്കിൽ അതിനർത്ഥം അത്രത്തോളം മൈക്രോ ഓർഗാനിസംസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നാണ്. അപ്പൊ അത്രത്തോളം മൈക്രോ ഓർഗാനിസംസ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഗ്രേഡ് എന്തായിരിക്കും? വെരി പുവർ ആയിരിക്കും. സോ എക്സ്ട്രീംലി ഹൈ ബാക്ടീരിയൽ കൗണ്ട് ഉണ്ടെന്നാണ് അർത്ഥം. ഇനി ഒരു 20 മിനിറ്റ് മുതൽ 2 മണിക്കൂറിനിടയ്ക്ക് സമയത്താണ് ഈ ബ്ലൂ കളർ മാറി കളർലെസ് ആയതെങ്കിൽ ഫെയർ ആണ്, വലിയ കുഴപ്പമില്ല. പക്ഷെ എന്താണ്? അതും ഉപയോഗിക്കാൻ വലിയ ഗുണമൊന്നുമില്ല. കാരണം എന്താണ്? ഹൈ ബാക്ടീരിയൽ കൗണ്ട് ഉണ്ട്. ഇനി 2 to 5 hours എടുത്തിട്ടാണ് ഈ കളർ ചേഞ്ച് ഉണ്ടായതെങ്കിൽ ആ ഒരു പാല് എന്താണ്? ഗുഡ് ആണ്, കുഴപ്പമില്ല, നല്ലതാണ്, നമുക്ക് യൂസ് ചെയ്യാം, മോഡറേറ്റ് കൗണ്ട് ആണെന്ന് പറയാം. ഇനി 5 hours or more ആണെങ്കിൽ, അതായത് ബാക്ടീരിയ വളരെ കുറവാണ് അല്ലെ, വളരെ കുറവ് ബാക്ടീരിയൽ കൗണ്ട് ആണ്, അതുകൊണ്ടാണ് ആ കളർ ചേഞ്ച് ഇത്രയും ഡിലേ ആയത്. അതുകൊണ്ട് നമ്മുടെ സാമ്പിള് എന്താണ്? ഗുഡ് ഫോർ കൺസപ്ഷൻ ആണ്, അത്രയും ബാക്ടീരിയൽ കൗണ്ട് കുറവാണെന്ന് പറയാൻ പറ്റും. ഒരു 5 or more hours എന്താണ്? കളർലെസ് എന്താണ് ആകാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്, ടൈം കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? നല്ല പാലാണെന്നാണ് അർത്ഥം. അപ്പൊ അതാണ് MBRT ടെസ്റ്റ്. ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പൊ ഈ മെത്തിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് ആണ് MBRT ടെസ്റ്റ്. മൈക്രോബിയൽ ബയോളജിക്കൽ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെത്തിലിൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു ബ്ലൂ കളറിലെ ഡൈ ആണ്. മൈക്രോ ഓർഗാനിസംസ് അവരുടെ മെറ്റബോളിക് പാത്വേക്ക് വേണ്ടിയിട്ട് ആ പാലിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പം ഇവര് എന്താണ്? ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മെത്തിലിൻ ബ്ലൂവിന്റെ കളർ മാറി കളർലെസ് ആയിട്ട് മാറുന്നു. അതിനെടുക്കുന്ന സമയത്തിനനുസൃതമായിട്ടാണ് പാലിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗ്രേഡിങ് നടക്കുന്നത്. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ MBRT ടെസ്റ്റ് പോലെ തന്നെയുള്ള മറ്റൊരു ടെസ്റ്റാണ് റസാസുറിൻ ടെസ്റ്റ്. ഇതും മൈക്രോബിയൽ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ റസാസുറിൻ ടെസ്റ്റ് എന്താന്ന് നോക്കി, ഒരു റാപ്പിഡ് ഡൈ റിഡക്ഷൻ ടെസ്റ്റ് ആണ് ടു ചെക്ക് ദ മൈക്രോബിയൽ ക്വാളിറ്റി. ഇതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. എന്താണ്? നമ്പർ ഓഫ് ബാക്ടീരിയ ഇൻ മിൽക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈയും ഒരു ബ്ലൂ ഡൈ ആണ്. പക്ഷെ പേരെന്താണ്? റസാസുറിൻ എന്ന് പറയുന്ന ബ്ലൂ ഡൈ ആണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ പാലിലേക്ക് ആഡ് ചെയ്യുകയും നേരത്തെ പോലെ തന്നെ 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബാക്ടീരിയ എന്താണ്? അതിന്റെ മെറ്റബോളിക് പാത്വേക്ക് വേണ്ടിയിട്ട് എന്താണ്? ആ പാലിനകത്തുള്ള ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്? ഈ ഡൈയുടെ കളർ ചേഞ്ച് ആവുകയും ചെയ്യും. പക്ഷെ MBRT ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞു എത്ര സമയം എടുക്കുന്നു, ആ സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പാലിന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കളറിന്റെ സ്റ്റേജസ് വെച്ചിട്ടാണ്. അപ്പൊ ബ്ലൂ കളറിൽ തന്നെ റിമൈൻ ചെയ്യുവാണെങ്കിൽ വളരെ കുറവ് ബാക്ടീരിയൽ കണ്ടാമിനേഷനേ ഉള്ളൂ. എക്സലന്റ് ക്വാളിറ്റി മിൽക്ക് ആണെന്ന് പറയാൻ സാധിക്കും. ഒരു പിങ്കിഷ് ടു പർപ്പിൾ കളർ ആണെങ്കിൽ, അതായത് ആ ഒരു ബാക്ടീരിയ ഈ ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? ആ ഡൈക്ക് കളർ ചേഞ്ച് സംഭവിക്കും. ഈ കളർ ചേഞ്ച് ഓരോരോ എന്താണ് ബാക്ടീരിയയുടെ ആ ഒരു എത്രത്തോളം ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പല കളറായിട്ടായിരിക്കും കാണപ്പെടുക. മറ്റേത് ടൈം ആയിരുന്നു MBRT, ഇവിടെ കളറാണ്, അത് ഓർത്താൽ മതി. അപ്പൊ ഒരു പിങ്കിഷ് പർപ്പിൾ കളർ ആണെങ്കിൽ ഒരു ഫെയർ ക്വാളിറ്റി ആണ് എന്ന് മനസ്സിലാക്കാം. പിങ്ക് കളർ ആണെങ്കിൽ എന്താണ്? പുവർ ക്വാളിറ്റി മിൽക്ക് ആണ്. ഇനി പെട്ടെന്ന് കളർലെസ് ആവുകയാണ് അല്ലെങ്കിൽ വൈറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ വെരി ബാഡ്, എക്സ്ട്രീംലി ഹൈ ബാക്ടീരിയൽ കൗണ്ട് ആണെന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാം. അപ്പൊ റസാസുറിൻ ടെസ്റ്റും MBRT ടെസ്റ്റും എന്താണ്? ബാക്ടീരിയൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ എത്രത്തോളം മൈക്രോബിയൽ കൗണ്ട് അതിനകത്ത് ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. MBRT ടെസ്റ്റ് എത്ര സ്പീഡിൽ മെത്തിലിൻ ബ്ലൂവിനെ കളർലെസ് ആക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതെങ്കിൽ റസാസുറിൻ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന റസാസുറിൻ ഡൈ ആണ്. ഇതിന് പല കളർ ചേഞ്ചസ് ഉണ്ടാവുന്നു. ഈ കളർ ചേഞ്ചിന്റെ അടിസ്ഥാനത്തിലാണ് പാലിന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണേ. അടുത്തത് നമ്മളപ്പോ പറഞ്ഞു ഈ പ്ലാറ്റ്ഫോം ടെസ്റ്റുകൾക്കൊക്കെ വിധേയമായ പാല്, ഈ പ്ലാറ്റ്ഫോം ടെസ്റ്റുകളൊക്കെ വിജയിച്ചു.
ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു പാല് കളക്ട് ചെയ്യുമ്പോൾ തന്നെ എന്താണ് അതിനെ ഒരു ചിൽഡ് കണ്ടീഷനിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കണം. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ എന്താണ് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ടാങ്കുകളിൽ വേണം പാലിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, എങ്കിൽ മാത്രമേ ആ ചിൽഡ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കൂ എന്നൊക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട എന്താണ് ഇൻസ്ട്രുമെന്റ് ആണ് ബൾക്ക് മിൽക്ക് കൂളറുകൾ. ബൾക്ക് മിൽക്ക് കൂളറുകളാണ് എന്താണ് ആ ഫാമിൽ നിന്ന് കൺസ്യൂമറിന്റെ അങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ എന്താണ് പാലിന് കണ്ടാമിനേഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഷെൽഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ് ആണ് ബൾക്ക് മിൽക്ക് കൂളർ എന്ന് പറയുന്നത്. ആ പാലിന്റെ ടെമ്പറേച്ചറിന് ഒരു എന്താണ് ഒരു ചെറിയ നേർത്ത ചൂടോടുകൂടി ആയിരിക്കും നമ്മൾ പശുവിന്റെ അകിടിൽ നിന്ന് പാലിനെ കളക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലേ. ആ നേർത്ത ചൂട് മാറി പെട്ടെന്ന് നല്ല ലോ ടെമ്പറേച്ചർ കൊണ്ടുവരികയും ഈ ലോ ടെമ്പറേച്ചറിൽ ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോഴാണ് അവിടെ ആ പെരിഷബിൾ ആയിട്ടുള്ള പാലിന്റെ കണ്ടാമിനേഷൻസ് ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ ലോങ് ടേമിലേക്ക്, നമുക്ക് ലോങ് ടേം എന്നല്ല, അതിന്റെ ഷെൽഫ് ലൈഫ് കുറച്ച് കൂട്ടാൻ സാധിക്കും. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് സെന്ററിൽ അല്ലെങ്കിൽ ഡയറി പ്ലാന്റിലേക്ക് എത്തിക്കുന്നത് വരെ എന്താണ് പാല് കൂളായിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യകതയാണ് അല്ലെ. അപ്പൊ അതിന് സഹായിക്കുന്നത് ഈ ബൾക്ക് മിൽക്ക് കൂളറുകളാണ്. സോ നോക്കിക്കേ, ബൾക്ക് മിൽക്ക് കൂളർ ഈസ് എ ലാർജ് സ്റ്റോറേജ് ടാങ്ക് ടിപ്പിക്കലി മെയ്ഡ് ഓഫ് ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ഒരു യൂഷ്വലി 4 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് വിത്തിൻ എ വെരി ഷോർട്ട് ടൈം ഫ്രെയിം. അപ്പോൾ ഓർക്കണം, ബൾക്ക് മിൽക്ക് കൂളർ എന്ന് പറയുന്ന ഒരു ലാർജ് സ്റ്റോറേജ് ടാങ്ക് പോലെയാണ്. പെട്ടെന്ന് പാലിന്റെ ആ ഒരു നേർത്ത ചൂടിനെ മാറ്റി 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കാനും അതുവഴി പാലിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, പണ്ട് ട്രഡീഷണൽ സിസ്റ്റം അനുസരിച്ച് ഫാർമേഴ്സ്, നമ്മളിപ്പം സൊസൈറ്റിയിലൊക്കെ പാല് കൊടുക്കുമ്പോൾ രാവിലെ പാല് കളക്ട് ചെയ്യും, ഉച്ച കഴിഞ്ഞൊരു പാല് കളക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാ ഈ പാല് കേടായി പോകുന്നുണ്ട്, ഓടിക്കൊണ്ട് അവിടെ എത്തിക്കണം. എത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടേഷന് ഡിലേ സംഭവിച്ചു കഴിഞ്ഞാലൊക്കെ ആ പാല് നശിച്ചു പോകും അല്ലെ, അല്ലെങ്കിൽ കേർലിംഗ് ഒക്കെ സംഭവിക്കുക. അപ്പൊ അങ്ങനെ ഫാർമേഴ്സ് ചെറിയ ക്വാണ്ടിറ്റി പാലിനെ കളക്ഷൻ സെന്ററുകളിലേക്ക് എത്തിക്കുകയും എന്താണ് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു സെൻട്രൽ ഡയറിയിലേക്ക് എത്തുകയും അവിടെ വെച്ച് പ്രോസസ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സോറിങ് സംഭവിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ലോങ് ട്രാൻസിഷൻ ടൈം എടുക്കുമ്പോൾ, മെയിൻലി നമ്മുടെ കേരളത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് അല്ലെ. അപ്പൊ പെട്ടെന്ന് കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെയാണ് ഈ ബൾക്ക് മിൽക്ക് കൂളർ ഡീസെൻട്രലൈസേഷൻ വരുന്നത്. അപ്പൊ എന്താണ് പാൽ ആ വില്ലേജ് ഏരിയയിൽ തന്നെ കളക്ട് ചെയ്തിട്ട് എന്താണ് ഒരു ചിൽഡ് കണ്ടീഷനിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഒരു 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റിയിട്ട് എന്താണ് ആ പാല് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. അതിനുശേഷം ഒന്നിച്ചായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രക്കുകളോ ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടി ആയാലും എന്താണ് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ടാങ്കുകളായിരിക്കും. ആ കൂൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പാല് നശിച്ചു പോകത്തില്ല, അല്ലെങ്കിൽ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോ ബൾക്ക് മിൽക്ക് കൂളർ സിസ്റ്റത്തിനകത്ത് പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ഒരു കൂളിംഗ് ടാങ്ക് ഉണ്ടാവും. ഒരു ഇൻസുലേറ്റഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെസൽ ആയിരിക്കും. എന്ത് ഗ്രേഡ് അലൂമിനിയം ആണെന്നൊക്കെ എഴുതിയേക്കുന്നത്, അതൊന്നും വേണ്ട. അപ്പൊ എന്താണ് ഇൻസുലേറ്റഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നർ ഒരു ടാങ്ക് ആണെന്ന് ഓർക്കുക. എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ച്, എൻവയോൺമെന്റുമായിട്ടുള്ള ഹീറ്റ് എക്സ്ചേഞ്ചിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇൻസുലേറ്റഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കിന് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഇവാപറേറ്റർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇവാപറേറ്റർ ആ ടാങ്കിന്റെ ബോട്ടത്തിൽ താഴെയാണ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതെന്താണ് പാലിനകത്തുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ആ ഒരു റെഫ്രിജറന്റ് അബ്സോർബ്സ് ദ ഹീറ്റ് ഫ്രം ദ മിൽക്ക്. അതാണ് ഇവാപറേറ്ററിന്റെ ഫംഗ്ഷൻ. ലൊക്കേറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക് ആണെന്ന് ഓർക്കണം. ഇനി അജിറ്റേറ്റർ എന്ന് കേൾക്കുമ്പോഴേ അറിയാം, ഇളക്കി കൊടുക്കാൻ, നല്ല രീതിക്ക് മിക്സ് ചെയ്യാൻ, യൂണിഫോം ആയിട്ട് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു മോട്ടറൈസ്ഡ് പെഡലാണുള്ളത്. അപ്പം എന്താണ് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള അജിറ്റേഷൻ കൊടുക്കും. ജെന്റിൽ സ്റ്റിറിംഗ് ആയിരിക്കും കൊടുക്കുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് യൂണിഫോം കൂളിംഗ് ഉറപ്പുവരുത്തുകയും അതുപോലെ ഫാറ്റ് സെപ്പറേഷൻ, അല്ലെങ്കിൽ പാല് അനങ്ങാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അതിന്റെ ഫാറ്റ് ഒക്കെ മുകളിലേക്ക് വരികയും ബാക്കി ലിക്വിഡ് പോർഷൻ താഴേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഒരു ക്രീം പാൽപ്പാട കെട്ടത്തില്ലേ, ആ സംഭവമാണ് ക്രീമിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാവാതെ എന്താണ്
ഹോമോജിനൈസ്ഡ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ എന്താണ് ഐസ് ക്രിസ്റ്റൽസ് പെട്ടെന്ന് ചൂടിൽ നിന്ന് തണുത്ത കണ്ടീഷനിലേക്ക് മാറുമല്ലേ, അപ്പൊ ഐസ് ക്രിസ്റ്റൽ ഫോർമേഷൻസിനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ഈ പെഡലിംഗ് സഹായിക്കും, അല്ലെങ്കിൽ ഈ അജിറ്റേറ്റർ സഹായിക്കുന്നുണ്ട്. ഇനി ഒരു കണ്ടൻസിങ് യൂണിറ്റ് ഉണ്ട്. ദ എക്സ്റ്റേണൽ മെഷീനറി ആണ് കണ്ടൻസിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കംപ്രൈസസ് ആൻഡ് കൂൾസ് ദ റെഫ്രിജറന്റ്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ വാം മിൽക്ക്, അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 35 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും വാം മിൽക്ക്, അതായിരിക്കും ഈ ടാങ്കിലേക്ക് പോർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ആ ഒരു സെൻസർ ആക്ടിവേഷൻ സംഭവിക്കുകയും എന്താണ് ആ കൂളിംഗ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ 4 ഡിഗ്രി സെൽഷ്യസ് അറ്റൈൻ ചെയ്യുന്ന ഒരു 2 to 3 hours തന്നെ. അതുകൊണ്ട് തന്നെ അതാണ് കണ്ടൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇത് സെൻസേഴ്സ് വർക്കായിട്ട്, അതായത് ഈ ചെറിയ ചൂടുള്ള പാല് ചെല്ലുമ്പോൾ സെൻസേഴ്സ് വർക്കായിട്ട് ആ സിഗ്നൽ കൊടുക്കുമ്പോൾ ഒക്കെ നമുക്ക് കൂളിംഗ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ എന്താണ് ആ 4 ഡിഗ്രി സെൽഷ്യസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതാണ് കണ്ടൻസിങ് യൂണിറ്റിന്റെ ഫംഗ്ഷൻ. ഇനി ഇങ്ങനെ ബൾക്ക് മിൽക്ക് കൂളറുകളുടെ ഇംപ്ലിമെന്റേഷൻ കാരണം എന്തൊക്കെയാണ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, നമ്മളുടെ ഡയറി ഫാമേഴ്സിന്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിന് എങ്ങനെയാണ് ഈ ബൾക്ക് മിൽക്ക് കൂളേഴ്സ് സഹായിച്ചതെന്ന് നോക്കാം. ഒന്ന്, റെഡ്യൂസ്ഡ് ബാക്ടീരിയൽ ലോഡ്, അതായത് പാല് ഹൈലി പെരിഷബിൾ ആണ്, അപ്പൊ അതിനകത്ത് മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഉണ്ടാവാം. ഇതിനെ ഒരു ലോവർ ടെമ്പറേച്ചറിലേക്ക് മാറ്റുന്നത് വഴി അവിടെ ബാക്ടീരിയ ഗ്രോ ചെയ്യാനുള്ള സാധ്യത കുറവ് 4 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെ. അപ്പൊ അതുവഴി ബാക്ടീരിയൽ കണ്ടാമിനേഷൻസ് കുറയ്ക്കാൻ സാധിച്ചു. അപ്പം ഈ മെത്തിലൈൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ബാക്ടീരിയൽ കണ്ടാമിനേഷൻസ് ഇല്ലാന്നും പെട്ടെന്ന് ഇതിന് പ്രോസസ്സിങ്ങിന് വിടാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഹൈ പ്രൈസ് ഫാർമേഴ്സിന് കിട്ടുകയും ആ പാലിന്റെ പ്യൂരിറ്റി കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇനി ഫ്ലെക്സിബിലിറ്റി ഓഫ് കളക്ഷൻ. അപ്പൊ ഈ ബൾക്ക് മിൽക്ക് കൂളേഴ്സ് വന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഈ ഡയറിയിലേക്ക് 2 തവണ നമ്മൾ ക്ഷീരകർഷകർ ഞാൻ പറഞ്ഞ പോലെ രാവിലെ ഉച്ചയ്ക്ക് ഓടണം. കിട്ടുന്ന പാലും കൊണ്ട് ചിലപ്പോൾ 5 ലിറ്റർ ആയിരിക്കും, ചിലപ്പോൾ 2 ലിറ്റർ ആയിരിക്കാം. പക്ഷെ കണ്ടാമിനേഷൻ സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ട് അപ്പൊ തന്നെ കൊണ്ട് കൊടുക്കും അല്ലെ. പക്ഷെ ബൾക്ക് മിൽക്ക് കൂളേഴ്സ് വന്നത് കൊണ്ട് എന്താണ് ഏകദേശം ഒരു 24 മുതൽ 48 മണിക്കൂർ വരെ ബൾക്ക് മിൽക്ക് കൂളറുകളിൽ പാലിൽ സൂക്ഷിക്കുകയും അത് രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ലോവർ ലോജിസ്റ്റിക് കോസ്റ്റ് വെച്ചിട്ട് എന്താണ് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറഞ്ഞു. കാരണം രാവിലെ ഉച്ചക്കും കൊണ്ടുപോകണ്ട, രണ്ടും കൂടെ ചേർത്തിട്ട് പല ക്ഷീരകർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്നൊക്കെ ബൾക്ക് മിൽക്ക് കൂളറുകളിലാക്കിയിട്ട് അതിനെ ചില്ല് ചെയ്തിട്ട് ഒന്നിച്ചായിരിക്കും ചിലപ്പോൾ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു ഡയറി പ്ലാന്റിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന് നല്ല രീതിയിലുള്ള കുറവ് സംഭവിച്ചു. പിന്നെ എന്താണ് റെഡ്യൂസ്ഡ് സ്പോയിലേജ്, അതായത് കേരള പോലെയുള്ള ഹ്യൂമിഡിറ്റി ഹൈ ആയിട്ടുള്ള റീജിയൻസിൽ എന്താണ് കേർഡ്ലിംഗ് അത് സംഭവിക്കാനോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിന്റെ പ്രസൻസ് കാരണം പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ തടയാനോ അത് ഏകദേശം ഒരു 0% ലോസിലേക്ക് തന്നെ മാറ്റാനും ഒക്കെ എന്ത് സഹായിച്ചു, ഈ ബൾക്ക് മിൽക്ക് കൂളറുകളുടെ വരവ് സഹായിച്ചു. ഇനി since the milk is chilled at the source, the dairy plants receives a standardized raw material leading to better quality ghee, paneer and curd. അപ്പൊ പാലിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വഴി മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന വഴി എന്താണ് പാല് മാത്രമല്ല പാലിൽ നിന്നുള്ള മറ്റുൽപ്പന്നങ്ങൾ ഗീ അല്ലെങ്കിൽ എന്താണ് പനീർ, കേർഡ്, ഇതൊക്കെ അതിലൊക്കെ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ പാലാണ് അല്ലെ. ആ പാല് പ്യൂരിറ്റിയോടെ ഫ്രഷ്നെസ്സോട് കൂടി തന്നെ കിട്ടും. ഇനി നോക്കിക്കേ, ഈ ഓട്ടോമേറ്റഡ് മിൽക്ക് കളക്ഷൻ യൂണിറ്റുകൾ വന്നു. ബൾക്ക് മിൽക്ക് കൂളേഴ്സ് ഈ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മിൽക്ക് കളക്ഷൻ യൂണിറ്റുകളുമായിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആസ് ദ മിൽക്ക് ഈസ് കൂൾഡ്, മിൽക്ക് കൂൾ ചെയ്യപ്പെടുന്നതിനൊപ്പം അതിന്റെ വെയിറ്റ്, ഫാറ്റ് പെർസെന്റ്, SNF ഇതൊക്കെ ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെടുകയും അതുവഴി ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവുകയും കൃത്യമായിട്ട് കണ്ടാമിനേഷൻ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതോടെ അതിന്റെ വെയിറ്റ്, ഫാറ്റ്, SNF ആ പാലിന്റെ ക്വാളിറ്റി ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. അതുവഴി എന്താണ് ഫാർമേഴ്സിന് ഒരു ഫെയർ പ്രൈസിന് കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ റൂറൽ കൂടുതലായിട്ടും ക്ഷീരകർഷകരുള്ളത് ഗ്രാമപ്രദേശങ്ങളിലെ അവരെയും അർബൻ ഏരിയാസിലുള്ള കൺസ്യൂമേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ആയിട്ട് എന്ത് മാറി, ഈ ഒരു സിസ്റ്റം മാറി. അതുപോലെ പാലിന് ന്യൂട്രീറ്റീവ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉള്ള കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എന്ത് സഹായിച്ചു, ബൾക്ക് മിൽക്ക് കൂളേഴ്സിന്റെ വരവ് സഹായിച്ചു. ഇനി ഡെസ്പൈറ്റ് ദീസ് ബെനിഫിറ്റ്സ് ഈ ബൾക്ക് മിൽക്ക് കൂളേഴ്സ് കുറച്ച് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് അൺറിലയബിൾ പവർ സപ്ലൈ, തടസ്സമില്ലാത്ത വൈദ്യുത പ്രവാഹം വേണമല്ലേ. എന്താണ് ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിലേ ബൾക്ക് മിൽക്ക് കൂളേഴ്സ് പ്രവർത്തിക്കത്തുള്ളൂ, ലോവർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുള്ളൂ. അപ്പൊ അതൊരു പ്രശ്നമാണ് റൂറൽ ഏരിയാസിൽ. അങ്ങനെ ഒരു ഹൈ കോസ്റ്റ് ഓഫ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അനിവാര്യമായിട്ട് വന്നു. അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന രീതിക്ക് ഇപ്പോ
എന്ത് വന്നിട്ടുണ്ട്? സോളാർ പവേർഡ് ബൾക്ക് മിൽക്ക് കൂളറുകൾ വന്നു. സോളാർ എനർജി, സൂര്യന്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബൾക്ക് മിൽക്ക് കൂളറുകളും അതുപോലെ തന്നെ എന്താണ് തെർമൽ എനർജി സ്റ്റോറേജ് എക്യുപ്ഡ് ആയിട്ടുള്ള യൂണിറ്റുകളും ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഈ പവർ ഔട്ട്റേജസ് അല്ലെങ്കിൽ വൈദ്യുതിയുടെ അമിത ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള പുതിയ പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓർക്കേണ്ട കാര്യം, പെരിഷബിൾ ആയിട്ടുള്ള പാലിനെ കൂടുതൽ ഷെൽഫ് ലൈഫ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിനെ ലോവർ ടെമ്പറേച്ചറിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ബൾക്ക് മിൽക്ക് കൂളേഴ്സും ചില്ലേഴ്സും ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. BMC എന്ന് കാണുമ്പോഴേ ഓർക്കണം ബൾക്ക് മിൽക്ക് കൂളേഴ്സ് ആണ്.